BPL പട്ടിക മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി. 1000 ചതുരശ്ര അടി മാനദണ്ഡം 1500 ആക്കണമെന്നും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും മാറാരോഗികൾക്കും പ്രത്യേക പരിഗണന വേണമെന്നുമാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം. പഞ്ചായത്ത് അംഗം എസ് എ നാസർ അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസായത്. അർഹതയുണ്ടായിട്ടും നിലവിലെ മാനദണ്ഡങ്ങളുടെ പേരിൽ BPL പട്ടികയിൽ നിന്ന് പുറത്താകുന്നവരെ ഉൾപ്പെടുത്താൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കിയത്. BPL പട്ടികയിൽ വീടിൻ്റെ വിസ്തീർണം സംബന്ധിച്ച നിലവിലെ മാനദണ്ഡം 1000 ചതുരശ്ര അടിയിൽ നിന്ന് 1500 ചതുരശ്ര അടിയായി ഉയർത്തണമെന്നാണ് പ്രധാന ആവശ്യം. പഞ്ചായത്തിലെ 12ാം വാർഡ് അംഗം എസ് എ നാസറാണ് പ്രമേയം അവതരിപ്പിച്ചത്. നിലവിലെ സർക്കാർ മാനദണ്ഡ പ്രകാരം 1000 ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കാണ് BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളത്. എന്നാൽ വീടിൻ്റെ വിസ്തീർണം മാത്രം പരിഗണിക്കുന്ന ഈ മാനദണ്ഡം മൂലം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുടുംബങ്ങൾ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യമുണ്ടെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 1000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള വീടാണെന്ന കാരണത്താൽ മാത്രം ഒരു കുടുംബത്തെ BPL വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് പ്രമേയത്തിലെ പ്രധാന വാദം. സാമ്പത്തിക സ്ഥിതി, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, സ്ഥിര വരുമാനത്തിൻ്റെ അഭാവം, ഗുരുതരമായ രോഗാവസ്ഥ, ഭിന്നശേഷി തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും പരിഗണിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് വിധവകൾ, ഭിന്നശേഷിക്കാർ, മാറാരോഗികൾ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവർ നിലവിലെ മാനദണ്ഡം കാരണം BPL പട്ടികയിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യമുണ്ടെന്നും പ്രമേയത്തിൽ പറയുന്നു. വീടിൻ്റെ വിസ്തീർണം 1000 ചതുരശ്ര അടിക്ക് മുകളിലാണെങ്കിലും ഇത്തരം കുടുംബങ്ങൾക്ക് അർഹത പരിശോധിച്ച് BPL ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പ്രത്യേക വ്യവസ്ഥ വേണമെന്നാണ് ആവശ്യം. ഇതിനായി വിധവകൾ വിധവാ സർട്ടിഫിക്കറ്റും, ഭിന്നശേഷിക്കാർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റും, മാറാരോഗികൾ ബന്ധപ്പെട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ അർഹത പരിശോധിച്ച് നേരിട്ട് BPL പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. വീടിൻ്റെ വിസ്തീർണം സംബന്ധിച്ച നിലവിലെ 1000 ചതുരശ്ര അടി പരിധി കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ടെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. നമ്മളെ വാർഡുകളിലേക്ക് പോയി നോക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അവർ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ എന്ന കാരണത്താൽ BPL ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. ഒരു 100% BPL ലിസ്റ്റിൽ അർഹതയുള്ള ആളുകൾ ഈ ഒരൊറ്റ മാനദണ്ഡത്തിൻ്റെ കാര്യത്തിൽ പുറത്തായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 1500 സ്ക്വയർ ഫീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അർഹതയുള്ള ഒരുപാട് ആളുകൾ BPL ലിസ്റ്റിലേക്ക് കടന്നു വരും. അത് തന്നെയാണ് ഈ വിഷയത്തിൽ. മാത്രമല്ല, ഒരുപാട് ഈ സർക്കാർ നിയമപ്രകാരം, നോൺസ് പ്രകാരം വിധവകൾ, ദുരിതം അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ, ഇവർക്കൊക്കെ സർക്കാർ നോൺസ് പ്രകാരം BPL ലിസ്റ്റിലേക്ക് കടന്നു പോകാം. പക്ഷേ അവർക്കും ഈ 1000 സ്ക്വയർ ഫീറ്റ് എന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് അവരും തള്ളപ്പെടുകയാണ്. അപ്പം അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ച് മാത്രം BPL ലിസ്റ്റിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക. കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് പലപ്പോഴും ചെറിയ ഭൂമിയിൽ നിർമ്മാണ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വീടൊരുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ വീടിൻ്റെ വിസ്തീർണം മാത്രം അടിസ്ഥാനമാക്കി കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുന്നത് ഒഴിവാക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. നിലവിലെ 1000 ചതുരശ്ര അടി പരിധി 1500 ചതുരശ്ര അടിയായി ഉയർത്തുന്നതിലൂടെ അർഹരായ നിരവധി കുടുംബങ്ങൾക്ക് BPL ആനുകൂല്യങ്ങളുടെ പരിധിയിൽ വരാൻ കഴിയുമെന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ. എസ് എ നാസർ അവതരിപ്പിച്ച പ്രമേയത്തെ 19ാം വാർഡ് അംഗം MP ജുമൈല പിന്താങ്ങി. തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ പ്രമേയം ഐക്യകണ്ഠേന പാസാക്കുകയായിരുന്നു. പ്രമേയം സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത പറഞ്ഞു. മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പ്രമേയം അടിയന്തരമായി എത്തിക്കാനുള്ള സംവിധാനമൊരുക്കുമെന്നും അവർ വ്യക്തമാക്കി. വൈസ് പ്രസിഡന്റ് സുജാ ടോം, സ്ഥിരം സമിതി അധ്യക്ഷരായ കസ്ന ഹമീദ്, P അഹമ്മദ് കുട്ടി, പ്രേമ കോട്ടമ്മൽ, സെക്രട്ടറി OA അൻസു, പഞ്ചായത്ത് അംഗങ്ങളായ TP ഷറഫുദ്ദീൻ, P സുഹാസ്, ഹസീന പുതിയോട്ടിൽ, ഷീജ, KV നിയാസ്, മുഹമ്മദ് യൂസുഫ്, P സുസ്മിന, സിസ്ന പ്രവീൺലാൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.